സീന. ഓക്കെ, ശരി ഉത്തരം ആരാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നമ്മുടെ വീടുകളെല്ലാം അച്ചാറുകളുണ്ട്. ഈ അച്ചാറുകൾ എല്ലാവരും നമ്മൾ കഴിക്കും, പക്ഷെ അതിൽ നിന്ന് ഒരു സാധനം മാത്രം നമ്മൾ കഴിക്കില്ല. എന്താണെന്ന് പറഞ്ഞു? സ്പൂണ്. ഓക്കെ, സ്പൂണാണ് എന്നാണ് പറഞ്ഞത്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്പൂൺ എന്ന് പറഞ്ഞു, പക്ഷെ എന്തെങ്കിലും ഒരു സമ്മാനമേ നൽകിയിട്ടുള്ളൂ. എല്ലാവരും ശരി ഉത്തരമാണ് പറഞ്ഞത്. ഉത്തരം ശരിയോ തെറ്റോ? അതാ ഉത്തരം ശരിയാണ്. സ്പൂണായിരുന്നു ശരിയായ ഉത്തരം. പക്ഷെ എല്ലാവരും പറഞ്ഞു പോയി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇവര് 3 പേരും പറഞ്ഞില്ലേ, അവരിൽ ഇപ്പൊ 3 പേരും ഉത്തരം പറഞ്ഞുകൊണ്ട് നീ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സമ്മാനം കൊടുത്തേ പറ്റും. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ചോദ്യം വേണ്ട, എന്തെങ്കിലും എളുപ്പമുള്ള മറുപടി കാണിച്ചോളൂ. ഓക്കെ ചേട്ടാ, ഇങ്ങോട്ട് കയറുക. ഞാൻ പറയുന്ന വാക്ക് തെറ്റാതെ ആര് 3 പ്രാവശ്യം പറയുന്നത് അവർക്ക് സമ്മാനമുണ്ട്. ആ ചേച്ചിക്ക് വിളക്കെടുക്കാനൊക്കെ പോകേണ്ടതാണ്. സ്പീഡിൽ പറഞ്ഞോണം. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ഇത് തെറ്റാതെ 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ സമ്മാനം കിട്ടും. ഓക്കെ, ഇവിടെ പറഞ്ഞു. ഇവിടെ നോക്കിയേ, കേരളത്തിന്റെ കരളിന്റെ ഏതാ മോനെ? അല്ലടാ, അവന് സമ്മാനം മേടിക്കാൻ വേണ്ടിട്ടാ. നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറയാ. ഓക്കെ, കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. അറിയില്ല, ധൈര്യമായിട്ട് പറയാം. നല്ല കൈയടി ആദ്യം രാജ്മോഹന് കൊടുത്തേ. നല്ല കൈയടി. ഇനി പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. അവൻ ചോദിച്ചതിന് പറയില്ല. ഓക്കെ, നീ മോഹനാണോ ആ ചേച്ചിയാണോ കറക്റ്റായിട്ട് പറയുന്നത് അറിയാം. അവർക്കായിരിക്കും സമ്മാനം. പേര് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ, ഞാൻ പറയുന്ന വാക്ക് തെറ്റാതെ 3 പ്രാവശ്യം പറയാൻ സമ്മാനം കിട്ടും. അല്ല, ചേച്ചി വിളക്ക് എടുത്ത് സമ്മാനമായിട്ട് പോകും. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ഇത് തെറ്റാതെ 3 പ്രാവശ്യം പറഞ്ഞാൽ മതി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. ഇങ്ങോട്ട് വന്നേ മോഹന. പാവം കേട്ടോ, പെട്ടെന്ന് പറയുമ്പോ അവന്റെ കൈ നിൽക്കുന്നില്ല. എന്തായാലും അവൻ ചിന്തിച്ച് ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് പറഞ്ഞോളൂ. പെട്ടെന്ന് നല്ല കൈയടി ആദ്യം മോഹന് കൊടുത്തേ. ഇത് എന്നാ കഷ്ടമാന്ന് ഓർക്കണേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് വാ മോനെ. നിനക്ക് പറ്റൂടാ. ആരെ? പിള്ളേരോ? പിള്ളേർ വേണം. ഇത് പ്രിയപ്പെട്ട പേരെന്ന് പറഞ്ഞ് സീനയുടെ ചുരിദാർ കണ്ടുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇത് സ്പീഡിൽ പറയണം 3 പ്രാവശ്യം. അല്ലെ മോഹൻചേട്ടൻ സമ്മാനമായിട്ട് പോകും. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 3 പ്രാവശ്യം പറഞ്ഞു. വെക്കത് വിളക്കെടുക്കണ്ടാണ്. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പത്ത്. 10 പച്ച തച്ച. വിളക്കെടുക്കുന്നതാണ്. അതുകൊണ്ട് 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പത്ത്. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. നീ നിനക്കത് പറയാൻ പറ്റും? എന്റെ ദൈവമേ, നമുക്ക് വിളക്കെടുക്കേണ്ടതായതുകൊണ്ട് നമുക്ക് സമയക്കുറവാണോ? സമയമില്ലല്ലേ? എന്നാലും വിളിച്ചപ്പോ കേറി ധൈര്യമായിട്ട് വന്നു കേട്ടോ. എന്തായാലും അതെ, മക്കൾക്കെല്ലാം പിന്നീട് ഒരിക്കൽ സമ്മാനം തരാം. ആ ചേച്ചിക്ക് സമയമില്ലാത്ത ഇവൻ എന്തിനു വന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ താടിയും വെച്ചോണ്ട് രാജ്മോഹൻ ഇവൻ എന്തെങ്കിലും ഒരു എളുപ്പമുള്ളത് പറഞ്ഞു കൊടുത്തേ, അവനത് ചെയ്യട്ടെ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ദേവീ ക്ഷേത്രത്തിന് മുമ്പിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തെറ്റാതെ ഞാൻ പറയുന്ന ഒരു കാര്യം പറയാമോ? നല്ല കറക്റ്റായിട്ട് പറയുന്നതാണ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതൊന്നും തെറ്റാതെ പറയാവോ? ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. എവിടെ നിന്ന് പോകുന്നുള്ളൂ? ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവന് വേറെ ക്ഷേത്രം ഉണ്ടാക്കും ഇവൻ പോകുന്ന വഴി. എടാ, നീ വേറെ എളുപ്പമുള്ള എന്തെങ്കിലും കൊടുക്കടാ. ഓക്കെ, എന്നാ പുള്ളിക്കാരി പറഞ്ഞത് തന്നെ പറഞ്ഞു. ആയിട്ട് നോക്കൂ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കളരി കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കളരി കുളിരാണ് കളരി. അതല്ല, ഈ മനുഷ്യൻ എന്നെ അങ്ങ് ആവാഹിച്ചേക്കും. എന്റെ മുഖത്തൊന്നും കണ്ണെടുക്കുന്നില്ല. എന്നതായാലും എനിക്ക് വിളിച്ചതിലും വന്നതിലും ഒക്കെ സന്തോഷം. എന്നെ ഒത്തിരി ഇഷ്ടമല്ലേ? ഐ ലവ് യു മൈ ഡിയർ. ഓക്കെ, എന്തായാലും മോഹൻ ഇങ്ങോട്ട് വാ. വയറും പിരിപ്പിച്ച് നിൽക്കുക. അഭിന, എന്തായാലും ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു, ഉള്ളതുപോലെ സഹകരിച്ചു. അവർക്ക് എന്തായാലും സമ്മാനം കൊടുക്കണം. കമ്മിറ്റിക്കാർ തരുന്ന സമ്മാനമാ മലബാർ ഗോൾഡിന്റെ ഒരു ബിസ്ക്കറ്റാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. അമ്മച്ചി സ്നേഹത്തോടെ വിളക്കെടുക്കാൻ പോകുന്ന ചേച്ചിയാണ്. വടി മോളെ, നിനക്കാ കിട്ടിയത്. നീ പേടിക്കൊന്നും വേണ്ട. 10 ഗ്രാം എക്സ്ട്രായും ഉണ്ട് കേട്ടോ. ഇനി ഇത് ഇത്ര ആൾക്കാരുണ്ടിട്ട് ആർക്കാ? നിനക്കല്ലേ കിട്ടിയത്. മോഹന, നീ വരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിന് നന്ദി കേട്ടോ. മോനെ രാജമോനെ, പിന്നെ മുണ്ടേപ്പുറത്ത് വന്നല്ലോ. ഇവിടെ നിൽക്കവിടെ, ഇവിടെ നിൽക്ക. വീട് ഇവിടെ അടുത്താണോ? തൊട്ടടുത്തല്ലേ? എന്നാ പിന്നെ പോയി ഇട്ടോണ്ട് വരാമോ? അല്ലേ വേണ്ട, സാരം ഇല്ലടാ. എല്ലാവരും വന്നു പോയി. മോഹന
അവിടെ അവിടെ പോയിരുന്നോടാ, അങ്ങോട്ട് പോയിരുന്നു. ഈ ഷർട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോളാം, നല്ല ഷർട്ടാ. ആര് പഴകാൻ? ഇവരൊന്നും പഴകാൻ തോന്നില്ല. ഐ ലവ് യു മൈ ഡിയർ. ഓക്കെ, ഓക്കെ, താങ്ക് യു. വന്നല്ലോ, വരാൻ കാണിച്ച മനസ്സ് അതാണ്. ബിസ്ക്കറ്റ് അവിടെ കൊടുത്തു, നീ എന്നതിനെ മൊത്തം തെറ്റിക്കാൻ ചെയ്തു. കളരും കുളിരും കളരും. ഇത്രയും പ്രായമായിട്ട് അവന്റെ കുളിര് മാറിയിട്ടില്ല. മുണ്ട് പോലും ചൊവ്വ നേരം കൊടുക്കാൻ അറിയത്തില്ല അവന്. കളരി കുളിര്. ആ